ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ ഇന്ന് നമ്മുടെ ഹോസ്പിറ്റൽ ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. അപ്പോൾ ഞാൻ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുള്ളൂ, അപ്പോൾ അത് നിങ്ങളൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. അപ്പോൾ രണ്ട് സെറ്റാണ് ഇവിടെ ഇരിക്കുന്നത്. ഒന്ന് ഈ ഒരു പാക്കറ്റ്, പിന്നെ ഒരു ബാസ്ക്കറ്റ് ഉണ്ട്, നോർമൽ നമ്മുടെ ഒരു ബാസ്ക്കറ്റ് പൊക്കാൻ വയ്യാട്ടോ, അതുകൊണ്ടാണ്. പിന്നെ അതെ ഈ ഒരു ബാഗ്. അപ്പോൾ ഈ ബാഗ് എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ ചേച്ചീൻ്റെ ഹസ്ബൻഡ് ഗിഫ്റ്റ് ചെയ്തതാണ്. അപ്പം ഇത് ആഫ്റ്റർ ഡെലിവറി ആണ് യൂസ്, പക്ഷെ ഇപ്പം സൗകര്യങ്ങൾ കൂടുതലുണ്ട് ഈ ബാഗിൽ, അപ്പോൾ അതുകൊണ്ട് ഞാനിത് എടുത്ത് വെച്ചു എന്നുള്ളൂ കേട്ടോ. അപ്പം ഫസ്റ്റ് തന്നെ ഇതെന്താണെന്ന് ഞാൻ പറയാം. ഇത് ഞാൻ ഫസ്റ്റ് ക്രൈന്ന് ഓർഡർ ചെയ്തതാണ്. നമ്മൾ കുഞ്ഞിനെ ഇങ്ങനെ എടുക്കുന്ന ഒരു തൊഴുതുണ്ടല്ലോ, ആ സംഭവം പ്ലസ് ഒരു മോസ്കിറ്റോ ബെഡ്. ഞാൻ ഓപ്പൺ ചെയ്യില്ല, ഞാൻ ഓൾറെഡി ഇത് പാക്ക് ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ട് ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല, എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ. അപ്പം ഇത് ഹോസ്പിറ്റലിലേക്ക് നമ്മൾ കൊണ്ടുപോകുന്നില്ല, കാരണം ഞാൻ മേടിച്ച് കഴിഞ്ഞിട്ടാണ് ഹോസ്പിറ്റലുകാർ പറഞ്ഞത് കുട്ടിക്ക് വേണ്ടിയിട്ടുള്ളതൊന്നും കൊണ്ടുവരണ്ട, അവർ ഹോസ്പിറ്റലിൽ നിന്ന് എല്ലാം പ്രൊവൈഡ് ചെയ്യും എന്നാണ് പറഞ്ഞത്. അവരൊരു ഗിഫ്റ്റ് പോലെ എല്ലാ കുട്ടികൾക്കും കൊടുക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അത് നമുക്ക് ആവശ്യമില്ല. ചിലപ്പോൾ കൊണ്ടുപോകും, ചിലപ്പോൾ കൊണ്ടുപോകില്ല. അത് നമുക്ക് നോക്കിയിട്ട് നോക്കാം. നമുക്കിനി ബാസ്ക്കറ്റ് ഓപ്പൺ ചെയ്യാം. ഇതെല്ലാം ഞാൻ സെറ്റാക്കി വെച്ചേക്കാണ്, അപ്പോൾ ഞാൻ ഇനി ഓരോന്ന് കാണിച്ചു തരാം. കുറച്ച് ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. ഇപ്പം ഡയപ്പറൊക്കെ യൂസ് ചെയ്തിട്ട് ഡിസ്പോസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവന്നിട്ട് കളയാലോ. ഡെയിലി എന്തായാലും ഹസ്ബൻഡോ അമ്മ ആരെങ്കിലും ഡെയിലി വീട്ടിൽ പോയിട്ട് വരും, 10 മിനിറ്റ് ഡിസ്റ്റൻസ് ഉള്ളൂ. അപ്പോൾ അത് പൊതിഞ്ഞ് വെക്കാൻ വേണ്ടിയിട്ടൊരു ന്യൂസ് പേപ്പർ എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ നമ്മൾ ഡെലിവറിക്ക് കയറുമ്പോൾ ഉള്ള എനിക്കിടാൻ വേണ്ടിയിട്ടുള്ള ഒരു മുണ്ടും ഷർട്ടും ആയിരുന്നു. അത് പണ്ട് ഹോസ്പിറ്റലുകളിൽ അങ്ങനെ മേടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബട്ട് ഇപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയപ്പം ഡോക്ടറോട് ചോദിച്ചപ്പോൾ പറഞ്ഞു അതൊന്നും വേണ്ട, ഒരു ഓപ്പൺ നൈറ്റി മാത്രം മതി എന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത് ഞാൻ മാറ്റാണ് ഇതിൽ നിന്ന്. ഈ മുണ്ട് എടുക്കുന്നുണ്ട്, ഷർട്ട് എടുക്കുന്നില്ല. ദെൻ ഒരു റിസീവിങ് ബ്ലാങ്കറ്റാണ്. ഇതും ഞാൻ ഫസ്റ്റ് ക്രൈന്ന് ഓർഡർ ചെയ്തതാണ്. പ്രൈസ് കാര്യങ്ങൾ ഞാൻ ഓർക്കുന്നില്ല കേട്ടോ, ഞാൻ കിട്ടുവാണെങ്കിൽ എല്ലാം ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം. അപ്പം ഇതൊരു ബ്ലൂ ആണ്. ബ്ലൂ എടുത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി പിങ്ക് ഉണ്ടായിരുന്നു, അപ്പം അതുകൊണ്ട് ബ്ലൂ എടുത്തു. ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്ത് അയൺ ചെയ്ത് മടക്കി വെച്ചേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിലേക്ക് ഇതായിരിക്കും കൊടുക്കുക, പക്ഷെ ഇതിൻ്റെ ആവശ്യം വരില്ല എന്ന് തോന്നുന്നു. അവർ കുട്ടിക്ക് വേണ്ടിയിട്ട് വെള്ള തുണികൾ മാത്രം എടുത്താൽ മതി എന്നാണ് നമ്മളടുത്ത് പറഞ്ഞേക്കുന്നത്. നമുക്കെന്തായാലും കൊണ്ടുപോകണമല്ലോ, നമ്മൾ വാഷ് ചെയ്ത് വെച്ചല്ലേ. വാഷ് ചെയ്ത് മഴക്കാലം തുടങ്ങുന്നതിന് മുന്നേ തന്നെ വെയിലത്ത് ഇട്ട് സെറ്റാക്കി വെച്ചേക്കാട്ടെ. പിന്നെ വീഡിയോയിൽ കുറച്ച് എന്തെങ്കിലുമൊക്കെ പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ക്ഷമിക്കണം, കാരണം ഞാൻ ഒറ്റയ്ക്ക് സ്റ്റാൻഡൊക്കെ വെച്ചിട്ടാണ് എടുക്കുന്നത്. മോണിറ്ററിന് ആരില്ല ഇവിടെ. ഓക്കെ, അപ്പം 38 വീക്സ് പ്ലസ് 1 ഡേ ആയി. അപ്പോൾ എപ്പോൾ വേണമെങ്കിലും ഡെലിവറി പ്രതീക്ഷിക്കാം എന്നാണ് ഡോക്ടർ ഇന്ന് പോയപ്പോൾ പറഞ്ഞത്. അപ്പോൾ കൈയോടെ വീഡിയോ എടുത്തേക്കാമെന്ന് വിചാരിച്ചു, അതുകൊണ്ട്. അപ്പം ഞാൻ എല്ലാം ഇങ്ങനെ ഓരോരോ പാക്കറ്റാക്കി വെച്ചിട്ടുണ്ട്. ദെൻ നെക്സ്റ്റ് ബേബിക്ക് വേണ്ടിയുള്ളത് ഡയപ്പറാണ്. ഇത് ഹഗ്ഗീസിൻ്റെ ആണ് ഞാൻ മേടിച്ചത്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. അപ്പം ഞാനൊരു 90 പീസസ് ആണ് മേടിച്ചത്. അപ്പം എല്ലാം കൂടി നമുക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല. അപ്പം ഞാൻ ഇതിൽ നിന്നൊരു 10 എണ്ണം മാത്രം എടുത്തിട്ടുള്ളൂ. പിന്നെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് മേടിക്കാമല്ലോ. അപ്പം അത്യാവശ്യത്തിന് ഒരു 10 എണ്ണം മാത്രമേ ഞാൻ ഒരു പാക്കറ്റിലാക്കി വെച്ചിട്ടുണ്ട്. ദെൻ അടുത്തൊരു കവറ്. ഇതിൽ കുറച്ച് വെള്ളത്തുണികൾ, കുറച്ചധികം വെള്ളത്തുണികൾ നമ്മൾ വാഷ് ചെയ്ത്, ഇത് അയൺ ചെയ്തിട്ടില്ല, ഇത് ഓപ്പറേഷൻ തിയേറ്ററിലേക്കൊക്കെ ചിലപ്പോൾ ആവശ്യം വന്നു കഴിഞ്ഞാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് എടുത്തു വെച്ചതാണ്. അപ്പോൾ വെള്ളത്തുണികൾ കുറച്ചധികം അവരെടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ അടുത്ത്. അപ്പോൾ ഒരു മുണ്ട് 4 ആക്കിയിട്ട് നമ്മളിങ്ങനെ വാഷ് ചെയ്തിട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ അതൊരു കവറിലിട്ട് വയ്ക്കുന്നുണ്ട്. പിന്നെ ഇത് ഒരു കുഞ്ഞിനെ പുതപ്പിക്കാനായിട്ടുള്ള ഒരു സ്വെറ്ററല്ല, ഒരു നോർമൽ ഷീറ്റ്. തണുപ്പല്ലേ ഇപ്പം, ജൂൺ ജൂലൈ മഴ ടൈം ആയതുകൊണ്ട് ജസ്റ്റ് ഒന്ന് സാഡ്ലി ചെയ്യും, എന്നാലും ജസ്റ്റ് പുതപ്പിക്കാൻ വേണ്ടിയിട്ട് ഉള്ളൊരു ക്ലോത്താണ്. ഇതിവിടെ ഇരുന്നേച്ച ഒരു പഴയ ക്ലോത്ത്, നമ്മുടെ എസ്റ്റുവിൻ്റെ ക്ലോത്ത് തന്നെയാണ്. അപ്പോൾ നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ്. അപ്പോൾ നമുക്ക് ഇതിലും വേണമെങ്കിൽ കുഞ്ഞിനെ പൊതിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇതുകൂടെ ഞാൻ എടുത്തിട്ടുണ്ട്.
ദെൻ അതുപോലെ തന്നെ വേറൊരു സ്വാഡിൽ ക്ലോത്ത് ആണിത്. ഇത് ഓഫ് വൈറ്റ് ആണ്, ഇങ്ങനെ ക്യാപ്പുള്ള ടൈപ്പ്. ഇതിൻ്റെ തന്നെ പിങ്കും ഉണ്ട്. അപ്പോൾ പിങ്ക് ഞാൻ അത് ഇവിടെ പഴയത് തന്നെയാണ്, അപ്പോൾ അത് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നില്ല. ഈ 2 സ്വാഡിൽ ക്ലോത്ത് ആണ് ഞാൻ ഹോസ്പിറ്റലിലേക്ക് എടുക്കുന്നത്. ഇതിൻ്റെ ആവശ്യം വരില്ല മിക്കവാറും. ദെൻ നെക്സ്റ്റ് വൺ വന്നിട്ട് ഞാൻ ഡ്രസ്സുകളെല്ലാം ഫസ്റ്റ് ക്രൈന്നാണ് ഓർഡർ ചെയ്തിട്ട്, എല്ലാം ബേബി ഹഗിൻ്റെ പ്രൊഡക്ട്സ് ആണ്. പിന്നെ ഇത് വന്നിട്ട് ഇത് സെപ്പറേറ്റ് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോം കമ്മിങ് ഡ്രസ്സായിട്ട് വെച്ചതാണ്. ബട്ട് വലിയ സൈസാണ്, 0 to 3 എടുത്തത്. ന്യൂ ബോൺ എടുത്താൽ മതിയായിരുന്നു, ബട്ട് 0 to 3 എനിക്ക് കിട്ടിയത്. എനിക്കിങ്ങനെ ഹൂഡി ക്യാപ്പ് ഉള്ള റോംബർ വേണമെന്ന് നോക്കിയിട്ട് അറ്റ് ലാസ്റ്റ് കിട്ടിയതാണിത്. ഡിസൈൻ ഒന്നും നോക്കിയില്ല, കാരണം ഒന്നുമില്ല സൈസിന് പറ്റിയ, ന്യൂ ബോൺ ഒന്നുമില്ല. പിന്നെ ഉള്ളത് കിട്ടിയപ്പോൾ ഇത് പറഞ്ഞാൽ മേടിച്ചു എന്നുള്ളൂ. ഇത് നമുക്ക് ഏതെങ്കിലും നോർമൽ ഒരു ഡ്രസ്സ് ഉള്ളിലിട്ടിട്ട് അതിൻ്റെ പുറത്ത് ഫുൾ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഓർഡർ ചെയ്തെന്നുള്ളൂ. നെക്സ്റ്റ് ഇതും കുട്ടി കുട്ടി വൈറ്റ് ക്ലോത്ത്സ് ആണ്, നാപ്കിൻ പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇത് നല്ലോണം അയൺ ചെയ്ത് മടക്കി തേച്ച് വൃത്തിയാക്കി വെച്ചേക്കാണ്. അപ്പോൾ ഇത് കുറച്ച് അത്യാവശ്യം ഉണ്ട്, ഒരു 10-30 ഉണ്ട്. കാരണം നമ്മളങ്ങനെ ഡയപ്പർ യൂസ് ചെയ്യാൻ നമ്മൾ ആഗ്രഹിക്കുന്നില്ല ബേബിക്ക് ആദ്യമേയൊക്കെ തന്നെ. അതുകൊണ്ടാണ് ഇത്രയും അധികം ക്ലോത്ത്സ് എടുത്തത്. ഇതും മുണ്ട് തന്നെയാണ്. സെപ്പറേറ്റ് വെച്ചേക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കട്ട് ചെയ്യാൻ പറ്റും, ഇനിയും ചെറിയ സൈസ് ആക്കാൻ പറ്റും. അപ്പം അതുകൊണ്ട് അങ്ങനെ എടുത്ത് വെച്ചു എന്നുള്ളൂ. പിന്നെ ഇത് വന്നിട്ട് ചെറിയ ചെറിയ ടവൽസ് എല്ലാം ഞാൻ ഓപ്പൺ ചെയ്യുന്നില്ല കേട്ടോ. ഇതിനകത്ത് 6 പീസ് ഉണ്ടായിരുന്നു, അതിനകത്ത് 2 എണ്ണം എസ്ത് കൊണ്ടുപോയി, പിന്നെ ഉള്ളത് ബാക്കി 4 എണ്ണമാണ്. അപ്പോൾ ഇത് കുഞ്ഞിൻ്റെ ഫീഡിങ് കഴിഞ്ഞിട്ട് മുഖം തുടക്കാനും അല്ലാത്ത ആവശ്യങ്ങൾക്കൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടൊക്കെ ഉള്ള കർച്ചീഫ് പോലത്തെ സംഭവമാണ്. ഇതിൻ്റെ ഒപ്പം തന്നെ ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്തും കൂടെ വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഡെക്കാത്ലോണിൽ പോയപ്പം എൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരം മേടിച്ചതാണ്. കാരണം ഇത് വെച്ചിട്ട് മുഖം തുടച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം ഒപ്പിടിപ്പിക്കാൻ പറ്റും. അപ്പം എങ്ങാനും നമ്മൾ ബോഡി തുടക്കില്ല എന്തായാലും ഹോസ്പിറ്റൽ ടൈമിൽ, എന്തായാലും വീട്ടിൽ വന്ന് പൊക്കിൾക്കൊടി മാറിയിട്ടൊക്കെ അല്ലേ നമ്മൾ കുളിപ്പിക്കുകയൊക്കെ ചെയ്യുള്ളൂ. എന്നാലും ഒന്ന് തുടച്ച് ഇതാക്കി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു മൈക്രോ ഫൈബറിൻ്റെ ഒരു ക്ലോത്ത് ഇതും ഉണ്ട്, ഒരു ടവലും കൂടി ഉണ്ട് കേട്ടോ. നെക്സ്റ്റ് ഇത് റോംബേഴ്സ് ആണ്. ഇത് വാഷ് ചെയ്തിട്ട് ഞാൻ അതിൻ്റെ തന്നെ കവറിലാക്കി വെച്ചേക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് ഇപ്പം നമ്മളല്ലല്ലോ ഇതൊക്കെ എടുക്കുന്നത്, ഇപ്പോൾ മമ്മിക്കാണെങ്കിലും ഹസ്ബൻഡിനാണെങ്കിലും പെട്ടെന്ന് മനസ്സിലാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ ട്രാൻസ്പെറൻറ്റ് കവറിൽ തന്നെ ഇട്ട് വെച്ചത്. പിന്നെ ഒരെണ്ണം ഓപ്പൺ ചെയ്യുന്നുള്ളൂ, 3 ഡ്രസ്സ് ഉണ്ട് ഇതിനകത്ത്. ഇതിങ്ങനെ ചെറിയ റോംബർ, ഇവിടം വരെയുള്ള റോംബേഴ്സും റോംബേഴ്സ് അങ്ങനത്തെ ഒരു 3 എണ്ണം ഉണ്ട്. ഇതും ഫസ്റ്റ് ക്രൈം തന്നെയാണ് മേടിച്ചത്. നെക്സ്റ്റ് വൺ വന്നിട്ട് കുറച്ച് കുട്ടി ഉടുപ്പുകളാണ്. ഇത് ഓൺലൈൻ അല്ല മേടിച്ചത്, ഞാൻ ഡയറക്റ്റ് ഷോപ്പിൽ പോയി പർച്ചേസ് ചെയ്തതാണ്. കാരണം എനിക്ക് മെറ്റീരിയൽ അറിയണമായിരുന്നു. അതിനകത്ത് ഒരു വലിയ ഒരു തോർത്ത് വെച്ചിട്ടുണ്ട്, ഞാൻ പറഞ്ഞിട്ട് ഡെക്കാത്ലോണിൽ നിന്ന് മേടിച്ചതാണ്. ഇത് കുറച്ചും കൂടെ വലിയ സൈസാണ്, നമുക്ക് കുളിപ്പിക്കാൻ ആ സമയമാകുമ്പോഴത്തേക്കും മതി. അത്യാവശ്യം വലുതാണ്. അപ്പോൾ അത് ഞാൻ എൻ്റെ കൂടെ ജസ്റ്റ് വെച്ചു എന്നുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ കുറച്ച് ബനിയൻ ടൈപ്പ് കുഞ്ഞു കെട്ടുടുപ്പുകളില്ലേ, കെട്ടുടുപ്പ് നമ്മൾ ഫസ്റ്റ് ഡേ ഒക്കെ കുഞ്ഞിനെ ഉടുപ്പിക്കുന്ന ടൈപ്പ് ബനിയനുകൾ കണ്ട കുഞ്ഞുടുപ്പുകൾ. അപ്പോൾ അതൊരു 3-4 എണ്ണം മേടിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ തന്നെ കോട്ടൺ കെട്ടുടുപ്പുകളുണ്ട്. പിന്നെ ഒരു ബനിയൻ ടൈപ്പ് ഉണ്ട്. പിന്നെ വൈറ്റ് ഉടുപ്പ് തന്നെ. പിന്നെ ജബ്ലാസ്, ഇതും പ്യുവർ കോട്ടൺ ആണ്. ഇതൊക്കെ നമ്മൾ അയൺ ചെയ്ത് വെച്ചേക്കാം കേട്ടോ. ബട്ടൺസിൻ്റെ ടൈപ്പ്. ഇതൊന്നും ഹോസ്പിറ്റലിലേക്ക് ആവശ്യമില്ല. ഞാൻ ആകെ 5 പെയർ ഓഫ് ഡ്രസ്സുകൾ മാത്രമേ മേടിച്ചിട്ടുള്ളൂ. കാരണം ഉണ്ണി പെട്ടെന്ന് വലുതാവും, അപ്പോൾ നമുക്ക് കുറേ ഡ്രസ്സിൻ്റെ ആവശ്യമില്ല. പിന്നെ എല്ലാവരും വരുമ്പോൾ ഡ്രസ്സുകളൊക്കെ ആയിട്ടായിരിക്കും വരിക കാണാൻ വരുമ്പോൾ. അപ്പോൾ കുറേ ഡ്രസ്സുകൾ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ വേസ്റ്റാണ്. അപ്പോൾ ആവശ്യത്തിന് മാത്രം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനുള്ള മാത്രം മേടിച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ.
ദെൻ നെക്സ്റ്റ് വൺ 2 പെയർ ഓഫ് ക്യാപ്പ്, ബൂട്ടീസ്, മിറ്റൻസ് 2 പെയർ മേടിച്ചിട്ടുള്ളൂ. അത് ഇപ്പം ഒരെണ്ണം ഹോസ്പിറ്റലിൽ തിരിച്ചു വരുമ്പോഴോ പിന്നെ ഇപ്പം കുഞ്ഞിനെ കൊണ്ട് നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോകുമ്പോഴോ അങ്ങനെയൊക്കെ പോകുമ്പോൾ ആവശ്യം വന്നാലോ എന്ന് വെച്ചിട്ട് 2 പെയർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു പിങ്കും യെല്ലോയും ആണ്. എൻ്റെ ഹസ്ബൻഡിന് ഈ കളർ ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാരണം ആൾ പ്രഡിക്റ്റ് ചെയ്യുന്നത് ബേബി ബോയ് ആണ്. അപ്പം ബോയ്ക്ക് പറ്റിയ കളറാണോ എന്നൊക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാനിങ്ങനെ ഓൺലൈൻ നോക്കുമ്പം ഇഷ്ടപ്പെട്ട് മേടിച്ചു എന്നുള്ളൂ. അപ്പോൾ ബോയാലും ഗേളായാലും നമുക്ക് കുഴപ്പമൊന്നുമില്ല. എന്നാലും അങ്ങനെ ബൂട്ടീസും മിറ്റൻസും. നെക്സ്റ്റ് ഇതൊരു 4 സെറ്റ് ഓഫ് ഡ്രസ്സാണ്. ഇത് ഞാനിങ്ങനെ പാക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓൺലൈൻ മേടിച്ചതല്ല. നമ്മൾ ഒരു പ്രാവശ്യം നെസ്റ്റോയിൽ പോയിട്ടുണ്ടായിരുന്നു. തൃശ്ശൂർ നെസ്റ്റോയിൽ പോയപ്പോൾ അവിടെ 99 റുപ്പീസിൻ്റെ ഓഫേഴ്സ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചുമ്മാ ഇങ്ങനെ കറങ്ങി നടന്നപ്പോഴത്തേക്കും കുട്ടികളുടെ റോംബേഴ്സ് ഇതുപോലെയുള്ള റോംബേഴ്സിനൊക്കെ വെറും 99 റുപ്പീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നമ്മളൊരു 10 എണ്ണം മേടിച്ചു കേട്ടോ. കാരണം മഴ ടൈമിലാണ് ബേബി വരുന്നത്. അപ്പോൾ രാത്രി നമുക്ക് കിടത്താനൊക്കെ സുഖം ഇതേപോലത്തെ ഡ്രസ്സായിരിക്കും. പിന്നെ അത് മാത്രമല്ല ഫുൾ കവേർഡാണ്. അപ്പം കൈയാണെങ്കിലും നമുക്ക് കവർ ചെയ്യാൻ പറ്റും, കാലാണെങ്കിലും കവർ ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കമ്പാരിറ്റീവ്ലി ഭയങ്കര സ്മോൾ സൈസാണ്. അപ്പോൾ ഈ ഒരു സ്മോൾ സൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. കാരണം ബേബി എന്തോരം ഉണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പാകമാവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഉടുപ്പിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. ബാക്കിയുള്ളതെല്ലാം കുറച്ചുകൂടി വലിയ സൈസാണ്. 0 to 3 ആണ് നമ്മൾ എടുത്തത്. എന്നാലും സൈസിൽ എല്ലാത്തിലും വ്യത്യാസം ഉണ്ടായിരുന്നു. അപ്പം ഇങ്ങനത്തെ റോംബേഴ്സ് ഞാൻ 4 എടുത്തിട്ടുണ്ട്. നമ്മളൊരു 2 ദിവസം അല്ലെങ്കിൽ 3 ദിവസം നോർമൽ ഡെലിവറി ആണെങ്കിലും ഓപ്പറേഷൻ ആണെങ്കിലും നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടാവും. അപ്പം നൈറ്റ് നമുക്ക് കുഞ്ഞിനെ ഒന്ന് വാം ചെയ്ത് നിർത്താനൊക്കെ ആയിട്ട് ഇങ്ങനത്തെ ഡ്രസ്സുകൾ നല്ലതായിരിക്കും. റോംബേഴ്സ് അത് പിന്നെ ഞാൻ ഓൺലൈനിൽ നിന്ന് വേറെ റോംബേഴ്സ് കാര്യങ്ങളൊന്നും മേടിച്ചിട്ടില്ല. ഇത്രയും നമ്മളിവിടെ നിന്ന് മേടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ നെക്സ്റ്റ് 2 ഡിസ്പോസിബിൾ ഡയപ്പേഴ്സാണ്. ഇതും നമ്മൾ നെസ്റ്റോന്ന് തന്നെ മേടിച്ചത്. പക്ഷെ 99 അല്ല, 199 റുപ്പീസ് ആയിരുന്നു ഇതിന്. അപ്പോൾ ഇതും എൻ്റെ ഹസ്ബൻഡിൻ്റെ നിർബന്ധപ്രകാരം മേടിച്ചതാണ്. കാരണം ഇതിവിടെ എസ്തൂരി ഉണ്ടായിരുന്നു, ബട്ട് നമ്മളധികം യൂസ് ചെയ്തിട്ടില്ല. പക്ഷെ അവൾ മാർച്ചിലായിരുന്നു. പക്ഷെ നമുക്കിപ്പോൾ ജൂൺ ജൂലൈ ആയതുകൊണ്ട് മഴ ടൈം ആയതുകൊണ്ട് തുണികളൊക്കെ ഉണങ്ങി കിട്ടാനൊക്കെ ടൈം എടുക്കുമല്ലോ. അപ്പോൾ ഇതുപോലുള്ളത് യൂസ്ഫുൾ ആയിരിക്കും എന്ന് തോന്നി. അപ്പോൾ ഞാനിത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ചിലപ്പോൾ എടുക്കില്ല, ചിലപ്പോൾ എടുക്കും. എന്തായാലും ഞാൻ ബാഗിൽ വെച്ചിട്ടുണ്ട്. നോക്കിയിട്ട് എടുക്കാമെന്ന് വിചാരിക്കണം. 2 എണ്ണം മേടിച്ചിട്ടുള്ളൂ. ഒരെണ്ണം ഇവിടെ ഓൾറെഡി ഇരിക്കുന്നുണ്ട്, ഒരു പിന്നും കൂടി ഉണ്ട്. പിന്നെ ബേബിക്ക് മേടിച്ചത് ബേബി ഹഗിൻ്റെ തന്നെ വെറ്റ് വൈപ്സ് ആണ്. വാട്ടർ വൈപ്സ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷേ ഇത് കുഴപ്പമില്ല, അധികം സ്മെല്ലോ കാര്യങ്ങളൊന്നും ഇല്ല, നല്ല മോയ്സ്ചറാണ്. അപ്പോൾ ഇത് 5 പാക്കറ്റായിട്ടാണ് മേടിച്ചപ്പോൾ ഒരെണ്ണം മാത്രം ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണുള്ളൂ. ബാക്കി ഇവിടെ വെച്ചിട്ടുണ്ടാവും. നമുക്ക് ഇവിടെ വന്നിട്ട് യൂസ് ചെയ്താൽ മതിയല്ലോ. പിന്നെ ഉള്ളത് ഡ്രൈ ഷീറ്റ്സ് ആണ്. ഇതും നമ്മൾ നെസ്റ്റോന്ന് മേടിച്ചതാണ്. അപ്പോൾ 2 ഡ്രൈ ഷീറ്റ് ഞാൻ കൊണ്ടുപോകുന്നുണ്ട്. ഇത് കുറച്ച് കട്ടി കുറവാണ്. ഇത് 99 റുപ്പീസ്, ഇത് 99 റുപ്പീസ് തന്നെയായിരുന്നു. ഇത് കുറച്ച് കട്ടിയുള്ള ടൈപ്പ്. നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് 2 ആയിട്ട് യൂസ് ചെയ്യാം. ഭയങ്കര ലെങ്ത്തൊക്കെ ഉണ്ട്. ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ പ്ലാസ്റ്റിക് വരുന്ന ടൈപ്പ്. ഇത് കുറച്ചുകൂടെ കട്ടി കുറവാണ്, ബട്ട് സെയിം തന്നെയാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ബേബിക്ക് വേണ്ടിയിട്ട് ഞാൻ എടുത്ത് വെച്ചേക്കുന്നത്. ബേബിയുടെ സാധനങ്ങൾ അത്രേ ഉള്ളൂ. അപ്പോൾ ബേബിക്ക് സത്യം പറഞ്ഞാൽ നമ്മളൊന്നും കൊണ്ടുപോകണ്ടെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ നമ്മളുടെ ഒരു ഇതിൽ നമ്മളെടുത്ത് വെച്ചോന്നുള്ളൂ. ദെൻ എൻ്റെ ഐറ്റംസ് മൊത്തം ഈ ബാഗിലാണ്. അപ്പോൾ ഇതിൻ്റെ 2 സൈഡിലായിട്ട് ഒരു സൈഡിൽ ഞാൻ മാസ്ക് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് സാനിറ്ററി പാഡ് പെട്ടെന്ന് എടുക്കേണ്ടി വന്നു കഴിഞ്ഞാലെന്ന് വെച്ചിട്ട് നോർമൽ സാനിറ്ററി പാഡ് കേട്ടോ. ഇത് കാർമസ്റ്റിൻ്റെ ആണ്. ഇതിനകത്ത് വലിയ സൈസും സ്മോൾ സൈസും ഉണ്ടാവും. ഫസ്റ്റ് ടൈമാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടില്ല, നല്ലതെന്ന് കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് മാരേജിന് മുന്നേ മേടിച്ച് വെച്ചതാണ്. പക്ഷെ മാരേജ് കഴിഞ്ഞിട്ട് യൂസ് ചെയ്യേണ്ടി വന്നില്ല. ഇത് ഫസ്റ്റ് എടുക്കുമ്പോൾ വരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഹോം കമ്മിങ് ഡ്രസ്സാണ്. ഇത് പഴയ ഡ്രസ്സ് തന്നെയാണ്, പുതിയതായിട്ടൊന്നും മേടിച്ചൊന്നുമില്ല, വാഷ് ചെയ്ത് വെച്ചേക്കാണ്. പിന്നെ ഇതിനകത്ത് തോർത്തും അണ്ടർ ഗാർമെൻറ്റ്സും കാര്യങ്ങളൊക്കെയാണ്. അതൊരു കവറിലാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നൈറ്റി,
ഇതിപ്പോൾ ഇന്ന് നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്നപ്പോൾ ഒരു ഫുൾ ഓപ്പൺ നൈറ്റി ചിലപ്പോൾ ആവശ്യം വരും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഫുൾ ഓപ്പൺ നൈറ്റി മേടിച്ചതാണ്. അതിന് വാഷ് ചെയ്യണം. പിന്നെ ഒരു 2 അണ്ടർ സ്കേർട്ട്, പിന്നെ ഒരു 3 നൈറ്റി നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു 3 ടൈപ്പ്. അത് ഇത്രയും ഓപ്പൺ ആയിട്ടുള്ള ഫ്രണ്ട് ഓപ്പൺ നൈറ്റി, ഫുൾ ഓപ്പൺ അല്ല, ഹാഫ് നമ്മൾ തയ്പ്പിച്ചാണ്. പിന്നെ ഇതിനകത്തിരിക്കുന്നത് ന്യൂ മോം മെറ്റേണിറ്റി സാനിറ്ററി പാഡാണ്. അപ്പോൾ ഇതും പഴയതാണ്, ഇതിവിടെ ഇരുന്നേച്ചാണ്. ഇതിൻ്റെ വാലിഡിറ്റി നവംബർ 2006 വരെ ഉണ്ട്. അപ്പോൾ ചേച്ചി യൂസ് ചെയ്താണ്, പൊട്ടിച്ചതാണ്. അത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ബാക്കി ഒരു 3 പീസും കൂടെ ഉണ്ട്, 5 പീസിൻ്റെയാണ്, 3 കൂടെ ഉണ്ടാവും. അപ്പോൾ ഞാൻ പുതിയത് മേടിക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ഇതെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കാർമസിയുടെ തന്നെ പീരീഡ് പാൻറ്റീസ്. ഞാൻ പീരീഡ്സ്, എനിക്ക് കല്യാണത്തിന് മുന്നേ ഞാൻ പീരീഡ് പാൻറ്റീസാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ എനിക്കിത് ഭയങ്കര കംഫർട്ടാണ്. അപ്പോൾ ഇത് ആഫ്റ്റർ ഡെലിവറി എന്തോരം യൂസ്ഫുൾ ആവുമെന്ന് എനിക്കറിയില്ല, പക്ഷേ ഇതുകൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് സാധനങ്ങൾ കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിനകത്ത് ഞാൻ സെൽഫ് കെയർ ഐറ്റംസും കാര്യങ്ങളൊക്കെയാണ്. ഒരു ചീപ്പും ബുഷും വെച്ചിട്ടുണ്ട്, കാരണം നമ്മൾ മുടി കെട്ടിയിട്ടല്ലേ പോകുള്ളൂ. അപ്പോൾ ആ സമയത്ത് ഇനി ഓടണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബ്രഷും പേസ്റ്റും വെച്ചിട്ടുണ്ട്. എനിക്ക് വേറെ പേസ്റ്റ് ഒന്നും എനിക്ക് പറ്റില്ല, നമ്പൂതിരിയുടെ പേസ്റ്റ് മാത്രമേ പറ്റുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് വോമിറ്റിങ് വരും. അപ്പം ഡെലിവറി പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ അങ്ങനെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഓടണ്ടെന്ന് എഴുതിയിട്ട് ഒരു പേസ്റ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ചെറിയൊരു സോപ്പ്, ഇൻ കേസ് എന്തെങ്കിലും തീരുമാനമോ കാര്യങ്ങൾക്കൊക്കെ ആവശ്യം വന്നു കഴിഞ്ഞാൽ എടുക്കാൻ വേണ്ടിയിട്ട്. ഒരു ബഡ്സ് വെച്ചിട്ടുണ്ട്. ഇതൊരു നോർമൽ ചെറിയ വൈപ്സ് ആണ്. ഈ വൈപ്സ് യൂസ് ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇത് നമുക്ക് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഗിഫ്റ്റായിട്ട് തന്നാണ്. ഒരു പാക്കറ്റ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് 2 റൗണ്ട് ഉള്ളപ്പോൾ എടുത്ത് വെച്ചതാണ്. ചെറിയൊരു ഡെറ്റോൾ എടുത്ത് വെച്ചിട്ടുണ്ട്, കാരണം കുഞ്ഞിൻ്റെ തുണിയിൽ സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടി. അപ്പോൾ ഇപ്പോൾ നമ്മൾ വാഷ് ചെയ്തപ്പോൾ എല്ലാം നോർമലായിട്ട് വാഷ് ചെയ്തേക്കണം. ഇനി ഡോക്ടറിനോട് ചോദിച്ചിട്ട് വേണം ഡെറ്റോളിട്ട് വാഷ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ ഉണങ്ങാത്ത ടൈം വരുമ്പോൾ സ്മെല്ല് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് അതൊന്നും ചോദിക്കണം. പിന്നെ ഒരു സാനിറ്റൈസർ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം കൊറോണയൊക്കെ കൂടി വരികയല്ലേ, ഒരു സാനിറ്റൈസർ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഞാൻ പാക്ക് ചെയ്തേക്കുന്നത്. പിന്നെ ബേസിക്സ് സ്കിൻ കെയർ സാധനങ്ങൾ അതൊന്നും എടുക്കുന്നില്ല. നോർമൽ എന്തെങ്കിലും എടുക്കാൻ തോന്നിയാൽ വല്ല ലിപ്സ്റ്റിക്കോ, അങ്ങനെ ലിപ്സ്റ്റിക്കും എടുക്കാൻ ചാൻസ് ഇല്ല, കാരണം നമ്മൾ എന്തായാലും ഏതെങ്കിലും കുഞ്ഞിനെങ്കിലും ഉമ്മ വെച്ചിരിക്കുന്ന സമയത്ത് നമ്മൾ ലിപ്സ്റ്റിക്കൊക്കെ ഫസ്റ്റ് ടൈം യൂസ് ചെയ്യുമ്പോൾ ബേബിക്ക് പറ്റില്ലായിരിക്കും. അപ്പോൾ അതൊന്നും എന്തായാലും എടുക്കുന്നില്ല. പിന്നെ ബേബിക്കുള്ള ക്രീം, ലോഷൻസ് കാര്യങ്ങളൊന്നും കൊണ്ടുപോകുന്നില്ല. അതെല്ലാം നമ്മൾ സെബാമെഡിൻ്റെ ആണ് മേടിച്ചേക്കുന്നത്, കാരണം അത് ഹോസ്പിറ്റലിൽ അതിൻ്റെ യൂസ് ഇല്ല കുഞ്ഞിന്, അതുകൊണ്ട് അത് കൊണ്ടുപോകുന്നില്ല. പിന്നെ നമ്മൾ കൊണ്ടുപോകുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു മാറ്റ് കൊണ്ടുപോകുന്നുണ്ട്. അപ്പം നമ്മൾ എടുത്തേക്കുന്ന റൂമിൽ 2 ബെഡായിരിക്കും ഉണ്ടാവുക. അപ്പോൾ ഹസ്ബൻഡ് കൂടെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ മാറ്റ് ഇട്ടിട്ട് കിടക്കാൻ വേണ്ടിയിട്ട് ഒരു മാറ്റ് എടുക്കുന്നുണ്ട്. ഒരു ബക്കറ്റ് ഉണ്ട്. കുഞ്ഞിൻ്റെ തുണി വാഷ് ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ മുള്ളിക്കഴിഞ്ഞ് മൂത്രമൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് നനച്ചിട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ അവിടുത്തെ ബക്കറ്റ് യൂസ് ചെയ്യണം. നമ്മൾ കൊണ്ടുപോകുന്ന ബക്കറ്റിൽ തന്നെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ ഒരു ബക്കറ്റ് എടുത്തിട്ടുണ്ട്. പിന്നെ ഫുഡ് കഴിക്കാൻ പ്ലേറ്റ്സ് കാര്യങ്ങൾ. അപ്പോൾ ഡെയിലി മമ്മി എന്തായാലും വീട്ടിൽ പോയിട്ട് വരും, അപ്പോൾ പിന്നെ അതിൻ്റെ ആവശ്യം വരില്ല, എന്നാലും അതുകൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ. ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല, എല്ലാം മൈന്യൂട്ടായിട്ടുള്ള സാധനങ്ങൾ മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഒരു യൂസ്ഫുൾ ആയിരിക്കട്ടെ എന്ന് തോന്നിയിട്ടാണ് ഞാൻ ചെയ്തത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ ബൈ ബൈ.